നമസ്തേ. പാലല്ല കേട്ടോ, കുമ്പളങ്ങ ജ്യൂസാണ്. രാവിലെ തന്നെ വെറുമയ്ക്ക് കഴിക്കുന്നതാണ്. പക്ഷെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ് കഴിക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് 2 സിറപ്പുണ്ട്. അത് കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് അലോവറ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് ഒരു 15 ml. പിന്നെ ഇത് ആംലയാണ്. ഇതൊരു 15 ml. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ നമ്മൾ അര ചെറുനാരങ്ങ നീര്, അരഭാഗം ഇത് ചെറുനാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞിട്ട് അതിൽ ഒരു സ്പൂൺ തേനൊഴിക്കും. എന്നിട്ട് അത് കഴിക്കും. അത് രണ്ടാമത്തേത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആണ് ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നത്. കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നത്, കുമ്പളങ്ങ ഇതുപോലെ ഒരു പീസ് എടുക്കാം. ഉണ്ടോ, ഇളം കുമ്പളങ്ങയാണെങ്കിൽ കുരു ഒന്നും കളയണ്ട കേട്ടോ. തൊലി മാത്രം കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞ് ജാറിലിട്ടിട്ട്, മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജ്യൂസാക്കി കുടിക്കാം. കുടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ പകുതി നാരങ്ങയൊക്കെ പിഴിയണം കേട്ടോ. ഇനി ആംല ജ്യൂസ് വേണ്ടവർക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ ആംല ജ്യൂസ് കൂടി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി സെപ്പറേറ്റ് ആംല ജ്യൂസ് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിർബന്ധമില്ല, അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ജ്യൂസ് കൂടി ചേർക്കാം കേട്ടോ. ആംല ജ്യൂസ് പ്രതിരോധ ശക്തിയാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ ഭയങ്കര റിസൾട്ടാട്ടോ. ആംല ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം മുടി കൊഴിയുന്നവർക്ക് കൊഴിച്ചിൽ കുറയും. നമുക്ക് നല്ല അനുഭവമാണ് കേട്ടോ. നമ്മുടെ ഒരു കസിൻ ഇതുപോലെ മുടി കൊഴിച്ചിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരാഴ്ച ട്രൈ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. നല്ല മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് റെസിസ്റ്റൻസ് പവറും കൂടിയാണ് ഈ ആംല ജ്യൂസ് എന്ന് പറഞ്ഞത്. അതുപോലെ അലോവരയും കൂട്ടി മിക്സ് ചെയ്ത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. മുടി കൊഴിച്ചിലിന് നല്ലതാണ്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഈ കുമ്പളങ്ങ ജ്യൂസ് എടുത്തിട്ട് അരച്ച്, ഒന്നും കളയണ്ട കേട്ടോ, പിഴിഞ്ഞൊന്നും എടുക്കണ്ട. നമ്മൾ നല്ലവണ്ണം അരച്ച് കഴിഞ്ഞ് അതിലേക്ക് അര ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക്. പിന്നെ ഈ കുമ്പളങ്ങ കഴിക്കുമ്പോൾ ഷുഗർ കുറയും. അപ്പോൾ ലോ ഷുഗർ ഉള്ളവരാണെങ്കിൽ അല്പം തേനോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാം. അല്ല, ഷുഗർ ധാരാളം ഉള്ളവരാണെങ്കിൽ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ കുമ്പളങ്ങ ജ്യൂസിൽ നാരങ്ങ നീര് മാത്രം ചേർത്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ല സ്വാദം കുടിക്കാൻ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പം ഇതാണ് ഞാൻ രാവിലെ ചെയ്യുന്ന ഒരു എൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. നമസ്തേ.